നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് പിന്നെ എടുത്തിയെ വീണ്ടും അപകടത്തിലാക്കുമല്ലോ. അവൾക്ക് എന്താ അപകടം? അവളിപ്പോ ആ പഴയ തൊട്ടാപാടിയായ അനുഭവമൊന്നും അല്ല. ഇത്രയും കാലത്തെ അനുഭവത്തിന്ന് അവള് ചിലതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അമ്മയും മോനും കൂടി ഒരുമിച്ച് അനുപമയെ വിരട്ടാൻ നിന്ന അവളെ ഇങ്ങനൊരു ജീവിതം വേണ്ടാന്ന് വെച്ച് അവൾ അവളുടെ പാട്ടിനങ്ങ് പോവും. നമുക്ക് പോയി അമ്മയെ തിരിച്ചു വിളിച്ചാലോ സത്യേട്ടാ? അനുചേച്ചിക്ക് മോനും കൂട്ടായി ഭാനുമ്മ നിക്കില്ലേ? സുശീല തിരിച്ചു വരുമെങ്കിൽ അനുപമയ്ക്ക് കൂട്ടായി ഞാൻ പോയി നിന്നോളാം. ഞങ്ങൾ പോയി വിളിച്ചാലൊന്നും അമ്മ തിരിച്ചു വരില്ല ഭാനുമേ. അമ്മ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ അവിടെ ചെന്ന് കയറിയത്. അല്ല, അത് മാത്രല്ല, അമ്മയെ നമ്മൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നാ ഇന്ദിരേട്ടനും നമ്മളും ചേർന്ന് നടത്തിയ പ്ലാൻ പൊളിഞ്ഞില്ലേ? അതെ, തന്റെ മകനില്ലാത്ത വീട്ടിൽ ഞാനും നിൽക്കില്ലെന്ന് പറഞ്ഞ് ഏട്ടത്തെയും മോനെയും തനിച്ചാക്കി അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരണം. അങ്ങനെ വരുമെന്നാണല്ലോ നമ്മുടെ പ്രതീക്ഷ. നോക്കാം, ഇന്ന് ഒരു ദിവസമല്ലേ ആയുള്ളൂ. ആ, എന്തായാലും നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാ. ഇന്ദ്രൻ സ്ഥലത്തില്ലാത്തപ്പോ അത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണല്ലോ. ഒരിക്കലും ചേരാത്ത രണ്ടുപേരെ ഒരിടത്ത് നിർത്തുന്നത് അപകട. അതും നമ്മൾ കാണണമല്ലോ. ഇതെന്താ അമ്മേ അടുക്കളയിൽ കയറുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നെ? പച്ചക്കറി മാത്രമല്ല, മീനും മുട്ട എല്ലാം ഉണ്ട്. എന്റെ മകന് ഞാനൊരു വാക്ക് കൊടുത്തു പോയില്ലേ, മരുമകളെ ഊട്ടി തൃപ്തിപ്പെടുത്തിക്കൊള്ളാന്ന്. എന്റെ പ്രായം ആരോഗ്യമൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ലല്ലോ. നീ ഇവിടെ സുഖമായിട്ടിരുന്ന് വിശ്രമിക്കും. ഞാനിതൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ണാറാകുമ്പോ നിന്നെ വന്ന് വിളിച്ചോളാം. അമ്മേ, അമ്മയെ ഒരുപാട് കഷ്ടപ്പെടുത്തണമെന്നൊന്നും എനിക്കില്ല. അമ്മ മുന്നിൽ നിന്ന് എല്ലാം തുടങ്ങി വെച്ചാ എന്ത് സഹായം വേണേലും ഞാൻ ചെയ്തുതരാം. അയ്യോ, ഒരു സഹായവും വേണ്ടായേ. എന്നിട്ട് അവസാനം എല്ലാം നീ തന്നെ ചെയ്തു വരുത്തി തീർക്കാനല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ചു ദിവസമെങ്കിലും പെറ്റമ്മയെ ഭാര്യയുടെ വേലക്കാരത്തി ആക്കണമെന്നുള്ളത് എന്റെ മോന്റെ വാശിയായിരുന്നല്ലോ. അത് അവനെ കൊണ്ട് ചെയ്യിച്ചത് നീയാണെന്നും എനിക്കറിയാം. നിന്റെ ആഗ്രഹവും അവന്റെ ആവശ്യവും ഒക്കെ നടക്കട്ടെ. ഇനിയുള്ള കാലം ഇന്ദ്രന്റെ ഒപ്പം ജീവിക്കാൻ നീ എന്നെ അനുവദിച്ചാ മതി. അപ്പൊ ചുവട് മാറ്റി തുടങ്ങാണ്. ഇതിന്റെ പിന്നിൽ മറ്റവളുടെ ബുദ്ധി കൂടെ കാണും. ആ ഹർഷയുടെ ഇനിയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ എന്താ സുശീലാന്റിയെ കണ്ടിട്ട് മുഖം തിരിച്ചു കയറിപ്പോയത്? അവര് നിങ്ങളോടെന്ത് തെറ്റ് ചെയ്തു? അതൊക്കെ നിന്നോട് എന്തിനാ പറയുന്നേ? അവരെന്നോട് ചെയ്ത തെറ്റെന്താന്ന് അവർക്കറിയാം. അവരെ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒക്കെ നിങ്ങളുടെ ജാടയാ. ദേ, എന്നെ കാണാൻ വരുന്നവരെ ഇതുപോലെ അപമാനിച്ചാലേ ഞാനേ ചുമ്മാ നോക്കിയിരിക്കില്ല. നീ എന്നെ എന്ത് ചെയ്യും? ഈ വീട്ടിൽ നിന്ന് പുറത്താക്കോ? അല്ല, ഈ വീട് നിന്റെ പേരിലാണെന്നാണല്ലോ നീ പറഞ്ഞത്. ഓഹോ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ?
ഞാൻ വിചാരിച്ചത് അന്ന് ഫുൾ ഫിറ്റ് ആയതുകൊണ്ട് ഒക്കെ മറന്നു കാണുമെന്നാ. മദ്യപിച്ച ബോധം നഷ്ടപ്പെടുന്നവനല്ല രവി. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? എന്റെ രവിയേട്ടാ, നിങ്ങൾ മദ്യപിച്ചിട്ട് എന്നെ ചൊറിയാമെന്നാ. ഞാൻ വായി തോന്നിയതൊക്കെ ചിലപ്പോ വിളിച്ചു പറഞ്ഞെന്നിരിക്കും. അതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ദയവ് ചെയ്ത് എന്നോട് പ്രതികാര ബുദ്ധി കാണിക്കരുത്. ഞാൻ അങ്ങനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. എനിക്കെന്റെ അവസാനം വരെ രവിയേട്ടൻ മാത്രമേ കൂടുണ്ടാവുള്ളെന്ന് നന്നായിട്ട് അറിയാവുന്നവളാ ഞാൻ. എന്നിട്ടാണോ നീ വീണ്ടും ആ സ്ത്രീയുടെ കൂടെ നടക്കുന്നത്? പക്ഷെ നീ അവരെ ഒഴിവാക്കാനായിട്ട് എത്ര നാളായിട്ട് ഞാൻ നിന്നോട് പറയുന്നു. രവിയേട്ടൻ അങ്ങനൊക്കെ പറയാം. സുശീലാന്റിയെ എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂ രവിയേട്ടാ? അവരും ഞാനും തമ്മില് എത്ര വർഷമായുള്ള ബന്ധമാ. ഒറ്റയടിക്ക് കട്ട് ചെയ്താലേ അവർക്കൊന്നുമില്ല. നഷ്ടം നമുക്കാ. പക്ഷേ നമുക്കെന്ത് നഷ്ടം? നീ ആ സ്ത്രീയെ മാറ്റി നിർത്തിയാ നമ്മളും രക്ഷപ്പെടും, ആ കുടുംബവും രക്ഷപ്പെടും. രവിയേട്ടന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ ഡെലിവറി കഴിയുന്നത് വരെ ഒന്ന് ക്ഷമിക്കേ. ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകുമ്പോ എനിക്കൊരു തുണയായി നിൽക്കാൻ സുശീലാന്റി മാത്രമേ കാണൂ. അതുവരെ അവരെ ഉപേക്ഷിക്കാൻ രവിയേട്ടൻ ദയവ് ചെയ്തെന്നോട് പറയരുത്, പ്ലീസ്. ഇപ്പോ ഞാൻ ഇതിന് മറുപടി ഒന്നും പറയുന്നില്ല. പക്ഷേ നിന്റെ ഡെലിവറി ടൈം ആവുമല്ലേ, അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഒരു കാര്യം, ആ സ്ത്രീയെ ഞാൻ മൈൻഡ് ചെയ്തില്ല, അവരോട് ഞാൻ മിണ്ടിയില്ല എന്നൊന്നും പറഞ്ഞ് ഇവിടെ നീ എന്റെ നേരെ ചൂടാവാൻ വന്നേക്കരുത്. അവരുടെ കാര്യത്തില് ഇനി എന്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ചയും ആരും പ്രതീക്ഷിക്കണ്ട. ശബരി, ശബരി സൂക്ഷിച്ച്. ദയയുടെ ഭാവം കണ്ടില്ലേ? മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് തിളയ്ക്കുന്ന മാതിരി. കയ്യിൽ കത്തിയുണ്ട്. സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിലേ ചിലപ്പോൾ പ്രയോഗിച്ചു കളയും. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ദയേ, ദയേ. എന്താ ശബരീട്ട? അല്ല, നീ ഇവിടെ എന്തെടുക്ക? മോന് പാലെടുക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, പാല് അനുദിച്ച് തിളപ്പിക്കാന്ന് പറഞ്ഞു. അതാ ഞാൻ ഇവിടെ ഇരുന്ന് വെജിറ്റബിൾ കട്ട് ചെയ്തോണ്ടിരുന്നത്. ശബരി, ദയയുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിക്കേ, അല്ലെങ്കിൽ ഭയങ്കര അപകടം കേട്ടോ. കത്തി വഴിക്കേ. അയ്യോ, എന്ത് അപകടം? എന്റെ കയ്യിൽ കത്തി ഉള്ളത് കൊണ്ട് ശബരീട്ടിന് ഒരു അപകടം ഉണ്ടാവാൻ പോകുന്നില്ല. ധനേട്ടിന് പേടിയുണ്ടോ എന്നെ കത്തി കൊണ്ട് കുത്തുവന്ന്? ഏയ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. ഈ കത്തി എങ്ങാനും ദയയുടെ കയ്യിൽ നിന്ന് താഴെ വീണ ദയയുടെ കാലിന് അപകടം പറ്റുമെന്നാ ഞാൻ പറഞ്ഞത്. ശബരിയെ ഒന്നൊന്ന് പിടിച്ചോണ്ടോടാ. എനിക്ക് അപകടം പറ്റാതെ നോക്കാൻ എനിക്കറിയാം. അന്തേച്ചി, പാൽ റെഡിയായോ? ആ കത്തി ഇവിടെ വെച്ചിട്ട് പോ. ഓ, അപ്പൊ ശബരീട്ടിന് പേടിയാണോ? ഇവിടെ വെച്ചു. ദേ, പാല് ചൂടാറിയില്ല. കുറച്ച് സമയം ഈ ബോട്ടിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് തന്നാ മതിയോ? അത് വേണ്ട. അയ്യോ, ഞാനേ ചൂടാറിയിട്ട് മോന് കൊടുത്തോളാം. എന്റെ